ഇതെന്താ കാര്യം പറയാ, എന്നെ കാണുന്ന എല്ലാവരും ആദ്യം നാടൻ പാട്ട ചോദിക്കുള്ളൂ. അതാണ് അതിന്റെ. പിന്നെ അതിന് വിടാൻ പറ്റില്ല അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പാട്ട് പാടാറുണ്ട്. ഇടരാതെ ഞാൻ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീലി പാടും പോലെ നോക്കുന്നുവോ. പിന്നെ ഈ ഉച്ച നേരത്തൊക്കെ ചില ആൾക്കാര് ഞാനിപ്പോ പെട്ടെന്ന് നമ്മളെ കാണുമ്പോ ഒരു പാട്ട് പാട്ട് ചേട്ടാന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ ഏതാ പാട്ട് നോക്കുമ്പോ മിന്നാമിനിങ് എന്ന് പറയും. ഏതാ പാട്ട് വേണ്ടെന്ന് നോക്കുമ്പോ ഇവര് മിന്നാമിനിങ്, നട്ടുച്ച നേരത്ത് മിന്നാമിനിങ്, നട്ടുച്ച നേരത്തൊക്കെ ആരെങ്കിലും മിന്നാമിനിക്കാറൊക്കെ സ്കിപ്പ് ആവണം. ഇതിന് ധാരണ നമുക്ക് നാടൻ പാട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അത് നാടൻ പാട്ട് പാടിയിട്ടാണ് കൂടുതൽ കേട്ടേക്കുന്നത്. അല്ല, അത് വെച്ചാൽ നമുക്ക് അത്തരത്തിൽ അവസരം വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അവസരം ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പുതിയ പാട്ടുകളിലൊക്കെ ഞാൻ എന്റെ പുതിയ സ്റ്റൈലുകളും എന്റെ പുതിയ ഒബ്സർവേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്റെ പാട്ട് ഒരു പ്രേക്ഷകന്റെ മുമ്പിൽ നല്ല കാരണന്മാരൊക്കെ നല്ല സുഖമായിട്ട് കൈമ ഇതൊക്കെ അടിച്ചിങ്ങനെ ഇത്തിരി വീട്ടിലേക്ക് മുറുക്കി നല്ല ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു അടിച്ചുപൊളി പാട്ട് ഇട്ടാൽ ആൾക്കാരും ദഹിക്കില്ല. വീണ്ടും ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ഓരിലത്താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റി പൂവിലോ രുമ്മ വയ്ക്കാം. അങ്ങനെ എനിക്ക് വരാം. മഴയെത്തും വെയിലെത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. അപ്പൊ എന്ത് കിട്ടിയാലും കൈകാര്യം ചെയ്യും. എന്ത് കിട്ടിയാലും അങ്ങനെ വേണ്ടാത്ത കിട്ടി കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൈകാര്യം ചെയ്യും. അതെ, നമ്മള് ഈ ടച്ച് ബോൺ പോലെയാ, നമ്മള് തൊട്ട പ്രശ്നമാവണ കാര്യങ്ങൾക്കൊന്നും കൈകാര്യം ചെയ്യില്ല. സേഫ് ആയിട്ടുള്ള പരിപാടി നമ്മൾ നോക്കും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ കൈകാര്യം ചെയ്യും. അപ്പൊ സ്കൂളിലായാലും വീട്ടിലായാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പണ്ടൊരു പരിപാടി ഉണ്ട്, അന്താക്ഷരി കളിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ അന്താക്ഷരി കളിക്കുമ്പോൾ നമ്മൾ മറ്റേ ഈ ഇപ്പൊ രാമായണക്കാറ്റൊക്കെ ആയിരിക്കും പാട്ട്. അപ്പൊ അന്ന് ട്രാക്കൊന്നും ഇല്ലല്ലോ, അന്നേ വെറുതെ എല്ലാവരും കൂടി ഇരിക്കുമ്പോ ഇപ്പൊ രാമായണക്കാറ്റ് എന്ന് പറയുമ്പോ രാമായണക്കാറ്റിന്റെ കൊട്ട് മറ്റേ അതെങ്ങനെയാ എന്നുള്ളതൊക്കെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ചെയ്ത് പിന്നെ അതൊരു കയ്യില് പിന്നെ വെറുതെ ഇരിക്കണ്ടായി. ഞാൻ എന്തും രണ്ടും ഒരേ ഇതിൽ തന്നെ നമ്മൾ കൊട്ടും പാട്ടും ഒരുമിച്ചായിരുന്നു, അതുകൊണ്ട് ഇത് മാറ്റിയെടുത്തില്ല. എനിക്ക് തോന്നുന്നു ആ കൊട്ടും പാട്ടായിരിക്കും ചിലപ്പോ ഇപ്പൊ എനിക്ക് ഈ സ്റ്റുഡിയോ ബേസ് ചെയ്തിട്ട് ഈ ഓർക്കസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ചിലപ്പോ അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. അതായിരിക്കാം ആ ഒരു ഇത്. ഒരുപാട് ഡെസ്കും ബെഞ്ചൊക്കെ തല്ലി പിടിച്ചിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ എന്റെ പേരൊരു ഒരു വിഷയം വന്നിട്ട് ക്ലാസ്സിന് പുറത്ത് നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യമായിട്ട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞോണ്ടിരുന്നതാ. അപ്പൊ ഇതെന്ന് വെച്ചാല് ഞാനപ്പോ ഓരോ ഇൻസ്ട്രുമെന്റ്സിനും അതിൻ്റെതായിട്ടുള്ളൊരു താളം ഉണ്ട്. ആ താളമാണ് നമ്മളെ അത് ഇന്ന ഇൻസ്ട്രുമെന്റ് ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. സത്യം. ഇപ്പൊ ഇതിമ്മ കൊട്ടുമ്പോ ഇപ്പൊ തവിലെന്ന് പറയണ്ട, ഇതൊരു വുഡാണ്. അപ്പൊ നമുക്ക് ഇതിമ്മ എന്ത് ചെയ്താലും വുഡിന്റെ ടോണേ വരുള്ളൂ. പക്ഷെ നമ്മള് ഈ അതിലേക്ക് കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞത് ആ ശൈലികളാണ്. അതാണ് ആ ശൈലിയാണ് ഈ ഓരോ ഇൻസ്ട്രുമെന്റ് എന്താണെന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈസ് വെച്ചിട്ട് ആ ഒരു പ്രായത്തില് നമ്മള് ഇപ്പൊ ചെണ്ടമേളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്കൂൾ ഉത്സവത്തിനാണെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് പിള്ളേരെ കൂടിയിട്ട് ഒരു 2-3 പിള്ളേർ ബാക്കിലുണ്ടാവും. അവര് ടൊട്ടോ എന്ന് വിളിക്കും. അപ്പൊ നമ്മള് ബെഞ്ചുമ്മ അതിന്റെ ഒരു ഇവരെ സൗണ്ട് കുറഞ്ഞ പരിപാടി ഉണ്ട്. ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ
ഭയങ്കര രസമല്ലേ കേൾക്കാനായിട്ട്? ചെറുത് സൗണ്ട് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇത് അങ്ങനെ ശ്രദ്ധിച്ച് ഈ പാട്ട് ഇത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഈ കല്യാണത്തിനൊക്കെ കൊട്ടണ ഇതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നേരം പോകാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇപ്പൊ കാസറ്റ് ഒക്കെ പുതിയ പാട്ടുകൾ ചെയ്യുമ്പോൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാമല്ലേ? ഞാനിപ്പോ ഈ ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോ ഞാൻ എന്റെ വോക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. വോക്കൽ വെച്ചിട്ട് ഞാൻ മിമിക്രി ചെയ്യാറുണ്ടോ? മിമിക്രി അങ്ങനെയില്ല, മറ്റേ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, തൊണ്ട പ്രശ്ന. മറ്റേ ചില നമ്മുടെ കൂട്ടുകാരന്മാര് ചെയ്യണിട്ട് ഞാൻ അടിച്ചു മാറ്റിണ്ട് ചിലതൊക്കെ. ഈ മറ്റേ ഈ തുരുമ്പ് പിടിച്ച കിണറ്റില് കപ്പി ഇട്ടിട്ട് വലിക്കുമ്പോൾ തൊണ്ട പോണ പരിപാടിയാണ്. അല്ല, ഇങ്ങനെ വലിക്കുമ്പോ ഈ ഇങ്ങനെ ഞരകും, ഇങ്ങനെ ഈ കയറ് കപ്പിമ്മ കിടന്ന് ഇങ്ങനെ ഉരസുമ്പോ ഉള്ളൊരു സൗണ്ട് ഉണ്ട്. അത് ഇത്തിരി പ്രയാസമാണ്. ഞാൻ എന്റെ കൂട്ടുകാരുണ്ട് ചേളാരി എന്ന് പറഞ്ഞിട്ട്, അവൻ ഇങ്ങനെ ചെയ്യണിട്ട് ഇങ്ങനെ പഠിച്ചാ. എല്ലാരും പല മിമിക്രി ആർട്ടിസ്റ്റും ചെയ്ത് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. പണ്ടൊക്കെ ചെയ്തായിരുന്നു. എവിടെന്നാ വന്നെന്ന് ആർക്കും മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടിരുന്നു. അതെ, അങ്ങനെ കുറെ സാധനങ്ങള്. പിന്നെ ഈ കുഞ്ഞു കോഴിക്കുഞ്ഞില്ലേ, അമ്മനെ കാണുന്ന കോഴിക്കുഞ്ഞ്, അതൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാണിക്കുന്ന മോണാക്ട് മിമിക്രിയിലൊക്കെ. അതിന്റെയൊക്കെ ടോൺ ഇപ്പൊ ഇതിന്റെ കപ്പിയുടെ ടോൺ കേട്ടപ്പോ അന്തം വിട്ടു ഞങ്ങള്. ഈ കോഴിക്കുഞ്ഞുണ്ട്, ചെറിയ കോഴിക്കുഞ്ഞ്, കൂട്ടം തെറ്റിപ്പോയത് അമ്മനെ കാണാണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ അത് അന്നത്തെ ഒരു പ്രായത്തിൽ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ മിമിക്രി ചെയ്യുന്നു ചോദിച്ചോണ്ട് പറഞ്ഞാട്ടാ. അപ്പൊ കൊട്ട് ഇങ്ങനെ ഈ ഒരു അവർ തകിലിന്റെ ഓരോ കാവടിയും ഒക്കെ കാണുമ്പോ നമ്മള് ഈ ഉറുമി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ സാധനം കേൾക്കുമ്പോഴൊക്കെയാണ് നമുക്കുള്ളില് ഇത് നമുക്ക് ഇങ്ങനെ കൊട്ടി പഠിക്കാം. പക്ഷെ ഞാനിതൊന്നും പഠിക്കാൻ പോയില്ല കേട്ടോ. ബേസിക്കലി നമുക്കെല്ലാം കേട്ടിട്ടും കണ്ടിട്ടുള്ള സത്യം. നമുക്കൊക്കെ ക്രൈസാണ്. പാട്ട് ബേസ് ചെയ്തിട്ടാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫിലിം സോങ്സ് പാടാറുണ്ട് ഗാനമേള സ്റ്റേജുകളിൽ? ഫിലിം സോങ്സ് പാടിയിട്ടുണ്ട്. എങ്ങനത്തെ പാട്ടാ കൂടുതൽ സെലക്ട് ചെയ്യാറ്? ഞാൻ ഫാസ്റ്റ് പാടിയിട്ടുണ്ട്, മെലഡി പാടാറുണ്ട്. പക്ഷെ ഇതെന്താ കാര്യം പറയാ, എന്നെ കാണുന്ന എല്ലാവരും ആദ്യം നാടൻ പാട്ട ചോദിക്കുള്ളൂ. അതാണ് അതിന്റെ. പിന്നെ അതിൽ വിടാൻ പറ്റില്ല അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പാട്ട് പാടാറുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്റെ റീൽസ് ഒക്കെ നോക്കി അറിയാൻ പറ്റും. ഒരുപാട് പാട്ടുകൾ ഞാനിപ്പോ ഏത് മെലഡി സോങ്സുകൾ. ഇടറാതെ ഞാൻ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീലി പാടും പോലെ നോക്കുന്നുവോ, ഇതൊക്കെ ഞാൻ പാടാറുണ്ട്. പക്ഷെ ആൾക്കാർ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മറ്റേ കൊരമാമി കൊയിലൂതാണ് ചങ്കരമ്മ മതി ആൾക്കാർക്ക്. അത് ആൾക്കാരുടെ കുഴപ്പമില്ല. അത് നാടൻ പാട്ടിന് അത്രയും വാല്യൂബിൾ ഉണ്ട്. തീർച്ചയായിട്ടും അതിനാണ്. അതുകൊണ്ട് നാടൻ പാട്ട് കേട്ട് തുടങ്ങി കഴിഞ്ഞാല് പിന്നെ കേൾക്കാൻ തോന്നും. പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ കാര്യം പറയുമ്പോ അതൊക്കെ ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് മണിച്ചേട്ടൻ. ഞാൻ നേരത്തെ ഇങ്ങനെ മിന്നാമിനിങ്ങെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മള് വേറെ മെലഡിയിലേക്ക് കയറി ഇങ്ങനെ വന്നത്. ഞാനിപ്പോ ഇങ്ങനെ ഇത് വെക്കണ ഇനി എടുത്ത് മാറ്റണം. ഇരിക്കട്ടെ, നമുക്ക് വേണ്ടി ഒരു ഇടയ്ക്ക് വെക്കാം. അതെ, ഞാനിപ്പോ പിടിച്ചിരിക്കാനുള്ള നമ്മള് ചായക്കടയിൽ ഇരിക്കാൻ ചായയില്ല. അതെ. അപ്പോ ഈ പറഞ്ഞ പോലെ മിന്നാമിനിങ് എന്ന് പാടുമ്പോഴും നമ്പരം തന്നെയാണ് സത്യം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാടുമ്പോ അതൊന്നും കൂടി കണ്ണു നിറയുന്നത്. പിന്നെ ഈ ഉച്ചനേരത്തൊക്കെ ചില ആൾക്കാര്, ഞാനിപ്പോ പെട്ടെന്ന് നമ്മളെ കാണുമ്പോ ഒരു പാട്ട് ചേട്ടാന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ ഏതാ പാട്ട് നോക്കുമ്പോ മിന്നാമിനിങ് എന്ന് പറയും. ഏതാ പാട്ട് വേണ്ടെന്ന് നോക്കുമ്പോ ഇവര് മിന്നാമിനിങ്, നട്ടുച്ച നേരത്ത് മിന്നാമിനിങ്, നട്ടുച്ച നേരത്തൊക്കെ ആരെങ്കിലും മിന്നാമിനിങ് സ്കിപ്പ് ആവണം. അപ്പോ പല വേദികളിലും ഇൻട്രോ ആയിട്ടും ഇത് ചെയിൻ സോങ്ങിന്റെ അവസാനമൊക്കെ ആയിട്ടും നമ്മൾ പാടുന്ന ഒരു പാട്ടാണ് മിന്നാമിനിങ്. മഴയെത്തും വെയിലെത്തും പോകരുതേ നീ
നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ ഗാനമേള സ്റ്റേജുകളിൽ എത്ര വലിയ ക്രൗഡാണെങ്കിലും ഇപ്പോൾ ഇടിപൊളി പാട്ടുകളുടെ ഒരു മൂഡിൽ ആൾക്കാർ നിൽക്കുക. പക്ഷേ ഈ മിന്നാമിനുങ്ങി വരുമ്പോഴും അത് മിന്നാമിനുങ്ങന്നല്ല, അതിന്റെ ഞാൻ വേറൊരു സത്യം പറഞ്ഞുതരാം. ഓഡിയൻസിനെ നമ്മൾ കൊണ്ടിരുത്തുകയും സംസാരിപ്പിക്കുകയും ചെയ്യുന്ന ആങ്കറുടെ കഴിവാണ് അത്. തീർച്ചയായിട്ടും ഇത് പാട്ടുകാരന്റെ മാത്രം കഴിവല്ല. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം, ഇപ്പോ ഒരു മെലഡി പാട്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകരെന്ന് വിചാരിക്കും. ഇപ്പം പ്രമദവനം വീണ്ടും ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ. ഇത് കേട്ട് ഇരിക്കുന്ന ഒരു പ്രേക്ഷകന്റെ മുമ്പിൽ നല്ല കാരണന്മാരൊക്കെ നല്ല സുഖമായിട്ട് കൈമ ഇതൊക്കെ അടിച്ചിങ്ങനെ ഇത്തിരി വീട്ടിലേക്ക് മുറുക്കി നല്ല ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു അടിച്ചുപൊളി പാട്ട് ഇട്ടാൽ ആൾക്കാരും ദഹിക്കില്ല. പക്ഷെ അതിനെ അവരിലേക്ക് കൊണ്ടുവരുന്നത് ആങ്കറ. തീർച്ചയായിട്ടും അവരിപ്പോ ഒരു മെലഡി ആങ്കർ വന്ന് ഒരു മെലഡി പാട്ട് കേട്ടു, ഇനി നമുക്ക് ഒരു ചാറ്റൽ മഴയിലിടയിൽ ഒരു ഇടിവെട്ടി ഒരു മഴ പെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഓഡിയൻസിനെ ആൾക്കാരെ പറഞ്ഞു കൊണ്ടുവന്ന് പിന്നെ ഒരു അടിച്ചുപൊളി പാട്ടിലേക്ക് കൊണ്ടുവരാൻ എല്ലാ മൂഡും ഉണ്ട്, എല്ലാ മൂഡും സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെയാണ് ഓരോരുത്തരും പിടിക്കുന്നത് പരിപാടി. ഇപ്പൊ ചില സ്റ്റേജുകളിലൊക്കെ ഈ പറഞ്ഞ അടിപൊളി എന്ന് പറയുന്ന പാട്ടുകൾ അവസാനം അതിൽ നിന്ന് വിടാണ്ട് അതിൽ തന്നെ മെലഡി പാടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. എന്റെ ചാലക്കുടി വൈറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമുണ്ട്. അതിനകത്ത് 2.5-3 മണിക്കൂർ മെഗാ ഷോ ഉണ്ട്, ഗാനമേള ഉണ്ട്. അപ്പൊ ഈ മെഗാ ഷോക്കകത്ത് ഞങ്ങൾ അത്രയും ഓഡിയൻസ് എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ്, നമ്മൾ മൂഡ് നോക്കിയിട്ടാണ്. ഒന്നും പഠിച്ചു വെച്ച് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി എഴുതി ക്ലിയർ ചെയ്ത് ചാർട്ട് ഇട്ടിട്ട് പോവില്ല. അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ആൾക്കാരുടെ മൈൻഡ് എന്താണോ നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നല്ല അടി പൊളിച്ച് നിൽക്കുന്ന സമയമാണെങ്കിലും നമ്മൾ അവരെ മെലഡിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമേ നമ്മളിത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പെട്ടെന്ന് അത് ഇപ്പൊ അലിവിൻ മത്തിക്കറിയും അങ്ങനെയാവും. അപ്പൊ അതാണ് ഓഡിയൻസിനെ നോക്കി ചെയ്യാന്നുള്ളതാണ് പരിപാടിയുടെ വിജയം. അത് പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞോണ്ടാ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ മെലഡി പാടാറണമെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. മെലഡി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ എന്നെ തേടി മെലഡി ഒരു പുതിയ പാട്ട് വന്നാൽ ഞാൻ പാടും, ഓഫ് കോഴ്സിൽ ഞാൻ പാടും. അപ്പൊ ഞാനിപ്പോ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. പലരും ധാരണ നമുക്ക് നാടൻ പാട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അത് നാടൻ പാട്ട് പാടിയിട്ടാണ് കൂടുതൽ കേട്ടേക്കുന്നത്. അല്ല, അത് വെച്ചാൽ നമുക്ക് അത്തരത്തിൽ അവസരം വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അവസരം ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പുതിയ പാട്ടുകളിലൊക്കെ ഞാൻ എന്റെ പുതിയ സ്റ്റൈലുകളും എന്റെ പുതിയ ഒബ്സർവേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്റെ പാട്ടിൽ. പിന്നെ അത് വേണം സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലേ. അതെ. ഞാനിപ്പോ കഴിഞ്ഞ ഒരു വേദിയിൽ എൻ്റെ ഒരു ഇമാജിനേഷൻ പറഞ്ഞു. ഇപ്പൊ നാടൻ പാട്ട്, ഇപ്പൊ ഉദാഹരണം മണിച്ചേട്ടൻ മറ്റൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു സിനിമ പാട്ട് മണിച്ചേട്ടൻ സിനിമ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ നാടൻ പാട്ട് ശൈലികൾ പാടുന്ന പാട്ടുകൾ മാറ്റിയിട്ട് ഇപ്പൊ പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകൾ മണിച്ചേട്ടൻ പാടി ഇമാജിൻ ചെയ്തു. അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് റിയാലിറ്റി ഷോകളിലും ചെയ്തിട്ടുണ്ട് അത് അങ്ങനത്തെ. അപ്പോ ഈ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു വല്ലം പൊന്നും പോവും. അപ്പം ശശികുമാർ പാടി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, സാറ് പാടിയാൽ എങ്ങനെ ഉണ്ടാവും, മണിച്ചേട്ടൻ പാടിയാൽ എങ്ങനെ, അത് അവര് പാടിയത് എക്സാക്റ്റ് അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ കേട്ട് മനസ്സിൽ പറഞ്ഞാൽ അവരുടെ ശൈലിയിൽ വരുമ്പോ എങ്ങനെ ഉണ്ടാവും. സാറ് പാടുമ്പോഴുള്ള ശൈലി എന്ന് പറഞ്ഞാല് ഓരിലത്താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ, അങ്ങനെ ആയിരിക്കും വരാം. മഞ്ചേട്ടൻ പാടുമ്പോ നല്ലതല്ല, ആ ഒരു നമ്മുടെ ഭാവനയാണ്. ഇത് ഭാവനയും മാത്രം കണ്ടാ മതി. അതാണ് ശരി. നമ്മള് ഈ പറഞ്ഞ പോലെ ഭാവന മാത്രമേ കാണാവൂ, ബിന്ദു പണിക്കരായിട്ടൊന്നും കാണരുത്. ഓക്കെ.
അപ്പൊ ഓക്കെ. മറ്റെന്ന് പറഞ്ഞാൽ ഓരിലത്താളി അതെന്നെ മാറിപ്പോവും. ഓരിലത്താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റി പൂവിലോ രുമ്മ വയ്ക്കാം. അങ്ങനെ എനിക്ക് വരാം. അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു നല്ല കണ്ടെത്തലുകളാ അല്ലേ? അതൊന്നും ആരെയും നമ്മള് താത്തിക്കിട്ടാനോ ഒന്നുമല്ല, നമ്മുടെ ഒരു ഭാവനയാ ശരിക്കും. അത് ബിന്ദു പണിക്കരല്ല, ഭാവനയാ. അങ്ങനെ പരിപാടികൾ നന്നായിട്ട് പോകണ്ടല്ലോ അല്ലേ? ഇപ്പൊ അടിപൊളിയായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. സ്റ്റേജുകള് ഗംഭീരമായിട്ട് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ ഇനി എന്തെന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് അടുത്ത പരിപാടി. ഇനി എന്തെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പുതിയത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഔട്ട് സ്റ്റേഷൻ പരിപാടികളൊക്കെ ഇല്ലേ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് പോകാൻ പോകുന്ന ഓസ്ട്രേലിയൊക്കെ പോകുന്നുണ്ട്. ആയിട്ടുണ്ടോ? റെഡിയാണ്. പിന്നെ അതിന് മുമ്പ് പോയി വന്ന്, ലാസ്റ്റ് പോയി വന്ന് UK പോയി വന്നു. ഓസ്ട്രേലിയയിൽ ഇത് 2ാമത്തെ തവണ പോകുന്നത്. ആദ്യ തവണ പോയി വന്നതാ. അല്ല, ഇതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ? ഒരു കലാകാരന് കിട്ടുന്ന വലിയ ഭാഗ്യമല്ലേ? ലോകം മുഴുവൻ കാണാം, ലോകം മുഴുവൻ ആരാധകരുണ്ടാകുക. പുറത്തൊക്കെ പോകുമ്പോൾ നല്ല അനുഭവങ്ങളില്ലേ അല്ലേ? ഇഷ്ടം പോലെ പൊക്കിക്കൊണ്ട് പോകാറുണ്ടോ? സ്റ്റേജിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് ആൾക്കാര്. സ്റ്റേജ് അവിടെ ഈ അവിടത്തെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകൾക്ക് വളരെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ കോമഡി ഷോയും ഒക്കെ കൂടുതൽ കാണുന്ന പ്രവാസികളാണ്. അവരൊരുപാട് കാണും. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് സമയമില്ലാത്തത്. അവിടെ അവരുടെ സമയം അവര് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർക്ക് ആകെ കിട്ടുന്നത് ഇത് കാണുന്നുണ്ട്. അല്ല, നമുക്ക് നാട്ടുകാർക്ക് മറ്റുള്ള ഒരുപാട് ഇപ്പൊ ഉത്സവങ്ങള്, പെരുന്നാളുകളൊക്കെ ഒരുപാട് ആസ്വദിക്കാനുള്ള അവസരങ്ങളുണ്ടല്ലോ. അവർക്ക് അതിനൊക്കെ അവസരം കുറവുമ്പോ അവര് അപ്പൊ അല്ലാതെ തന്നെ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓരോ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഇപ്പൊ പ്രമുഖം ആയിട്ടുള്ള മെഗാ ടെലിവിഷൻ ഷോകളിലൊക്കെ എന്നെ വിളിക്കുന്ന സമയത്തൊക്കെ അപ്ഡേഷന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കണ്ടന്റുകൾ കൊണ്ടുവരും. പാട്ടിന്റെ കാര്യത്തിൽ തന്നെ, നാടൻ പാട്ടിന്റെ കാര്യത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു തുടങ്ങി സ്കൂളില് അല്ലെ, സ്കൂളിലെ കലാപ്രവർത്തനങ്ങൾ, സംഗീതം ക്ലബ്ബുകൾ, ലോക്കൽ ക്ലബ്ബുകൾ. അപ്പൊ അതിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ നേരെ ഡെസ്കിൽ കൊട്ടി പഞ്ചവാരത്തിലേക്ക് കൊണ്ട് കയറി. അപ്പൊ അതൊന്നും അറിഞ്ഞാൽ സന്തോഷം. സ്കൂൾ കാലഘട്ടം ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചത് ചൗക്ക സ്കൂളിലാണ്. ചൗക്ക ചാലക്കുടിക്കകത്ത് വെള്ളിക്കുളങ്ങര റൂട്ടിലൊരു സ്കൂൾ. അത് 7 വരെ. പിന്നെ കൊട്ടക്കര, ചാലക്കുടി അങ്ങനെയൊക്കെ ആയിട്ട് 10ാം ക്ലാസ്സും ഒക്കെ പൂർത്തിയാക്കി. +1 പഠിച്ചുകൊണ്ടിരിക്കലെ കുറച്ച് ഫാമിലി ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റാണ്ടായി. പിന്നെ പഠിപ്പ് തുടച്ച് നിർത്തി. അതുകൊണ്ട് +1 പോയി എന്ന് പറയാൻ പറ്റില്ല. 10 വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. സ്കൂളിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നോ? സ്കൂളിൽ ഞാൻ എല്ലാവരും ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് പണ്ടുള്ള സ്വഭാവമാണ്. എല്ലാവരും ആക്റ്റീവ് ആക്കാനാണ് എൻ്റെ പരിപാടി. ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. എല്ലാവരും ചൂടാക്കും. ഞാൻ മറ്റുള്ളവർ ആക്റ്റീവ് ആകുമ്പോൾ കിട്ടുന്ന ആക്ടിവേഷൻ എനിക്കുള്ളൂ. അല്ലാണ്ട് എന്നെ ആരും ആക്റ്റീവ് അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. സ്റ്റേജിൽ കയറിയിട്ടില്ലേ? സ്കൂളിൽ വേദികൾ പങ്കെടുക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് പലരും പറയാറുണ്ട്, എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ അവനെ ഇങ്ങനെ കുറച്ച് ഒന്ന് സപ്പോർട്ടിങ് കൊടുത്താൽ. നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ. സാഹചര്യങ്ങളാണ് വീട്ടിൽ നിന്നില്ല, സ്കൂളിൽ നിന്നില്ല, കിട്ടിയിട്ടില്ല. പിന്നെ സ്കൂളിൽ ചിലപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ്, ചിലപ്പോൾ 1-2 ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചർ ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിൽ ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെന്നെ കുറിച്ച് ക്ലാസ്സിൽ ഇപ്പോഴും പറയും ടീച്ചർക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പദ്യം ഞാൻ അറിഞ്ഞിട്ട് പാടണമായിരിക്കില്ല, നോക്കി പാടുമ്പോൾ ഒരു ദിവസം പാടുന്ന ട്യൂണായിരിക്കില്ല, അടുത്ത ദിവസം ഒരു പാട്ടിന് 19 ട്യൂണും കൊണ്ടുവരുന്ന ടീച്ചർ പറയാറുണ്ട്. സാധാരണ ടീച്ചേഴ്സ് ഉൾപ്പെടെ അല്ലേ പദ്യം ഒറ്റ ട്യൂണിലെ പോകുള്ളൂ, വർഷങ്ങളോളം ഒറ്റ ട്യൂൺ നിൽക്കും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഒരു ട്യൂൺ മാറ്റിക്കൊണ്ടിരിക്കൂല്ലേ? അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ മാറ്റണല്ല, അത് അപ്പം അങ്ങനെ അത് ഓർത്ത് വെച്ചിട്ടല്ല. അപ്പൊ നമ്മൾ അറിയാണ്ടൊരു കമ്പോസിങ് നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ടീച്ചർ എപ്പോഴും പറയും 19,000 പേരുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കലെ ചില കൂട്ടുകാരന്മാരുണ്ട് നമ്മുടെ, അവരൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കോമ്പറ്റീഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ +1 ഒക്കെ വെച്ചിട്ട് അവിടെ വെച്ചൊന്ന് ബ്രേക്ക് ആയി. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ജോലികൾക്കും പോയി പുറത്ത് വെച്ചാൽ രാജ്യങ്ങളല്ല,
എന്നെ കൊണ്ട് പറ്റാവുന്ന ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാറ്ററിംഗ് വർക്ക്, വരുമാനത്തിന് വേണ്ടിയിട്ട് കാറ്ററിംഗ് വർക്ക്, സ്റ്റുഡിയോ, അതുപോലെ തന്നെ അത്യാവശ്യം കൊത്തുപണി. ഞാൻ അത്യാവശ്യം മരത്തിൽ രൂപങ്ങളൊക്കെ ഉണ്ടാക്കും. വലിയ കലയല്ലേ? അങ്ങനെ അതും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്നും മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ വന്നിട്ട് ഒരു പ്രൊഫഷണൽ വന്നതാ? അല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് എവിടെയെങ്കിലും അതിന് ഒന്നെന്താ പറയാ, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, നമുക്ക് പറയാനത്തക്ക പഠിപ്പില്ല. വലിയ ഡ്രീം ഉണ്ടായിരുന്നല്ലോ. ഡ്രീം ഉണ്ടായിരുന്നു. വലിയ കാര്യം. പിന്നെ നമുക്ക് ആരെ മുമ്പിലും എൻ്റെ അടുത്ത് എല്ലാവരും പണ്ടേ പറയും, ഒരു നാണല്ലാത്തവനാണ് ഞാൻ എവിടെ ഇടിച്ചു. അപ്പൊ എന്നെ ചീത്ത പറഞ്ഞാലും ശരി, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ചെല്ലും ഇങ്ങോട്ട്. എനിക്ക് അങ്ങനത്തെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു പ്രകൃതമല്ല. അത് പണ്ടേ ഞാൻ അതുപോലെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിലൊന്നും കയറാൻ പറ്റില്ല. സ്കൂളുകളിൽ സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പക്ഷെ അത്രയും വർഷം അവിടുത്തെ മറ്റേ പ്രാർത്ഥന ഞാനാണോ ഞാനാ പഠിക്കണേ. പാടിയിട്ടുണ്ട് ഞാൻ. പക്ഷെ സ്കൂൾ ലീഡർ ആവാൻ പറ്റിയില്ലെങ്കിലും സ്കൂൾ ലീഡർ സ്കൂളിൽ ഗതിന്നാലും. പിന്നെ ആനിവേഴ്സറി സ്വന്തമായിട്ട് ഭയങ്കര വിലയിരുത്തലായി പോയില്ല. ഭയങ്കര നമ്മളെ കുറിച്ച് ആദ്യം അറിയണം, എന്നിട്ടാണ് നമ്മൾ മറ്റുള്ള. അല്ല, ഇപ്പൊ പഠിച്ച സ്കൂളിലൊക്കെ പിന്നെയും പോയിട്ടില്ലേ? അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം മാത്രമല്ല, ഞാൻ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് പോയിട്ടില്ലേ. പിന്നെ ഏറ്റവും കൂടുതലും എനിക്ക് അത് ഞാൻ തുറന്നു തന്നെ പറയും. എനിക്ക് അന്നൊക്കെ ടീച്ചർമാര് അത്രയും നമ്മളെ നന്നാവാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ കൂടി. ഇന്നത്തെ ഇപ്പൊ ആണെങ്കിൽ കേസൊക്കെ ആവും. അന്നൊക്കെ കുറവ് നമ്മുടെ നന്മ ഉദ്ദേശിച്ചിട്ടാ, അല്ലാണ്ട് നമുക്കൊരു വൈരാഗ്യം ടീച്ചറോട് തോന്നില്ല. പറഞ്ഞ പിള്ളേർ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടീച്ചർമാർക്ക് ഒന്നും അടുത്ത കേസാവും. അപ്പോ അന്ന് ആ പഠിച്ച സ്കൂളുകളിലെല്ലാം അവർക്കറിയില്ല ഞാനാന്നുള്ളത്. നമ്മൾ വളർന്ന് രൂപമൊക്കെ മാറി. അന്നെന്ന് പറയുമ്പോ ഈ എന്താ ഹിന്ദി അക്ഷരമാല പോലെയാ, ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെയാ ഇരിക്കുന്നത്. വളരെ ചെറുതായിരുന്നു ഞാൻ. മണിച്ചേട്ടൻ പറഞ്ഞിട്ടൊക്കെ ഈ ഡയലോഗ് ഞാനിത് ആരെങ്കിലും കോപ്പി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ടീച്ചേഴ്സ് തന്നെ പിന്നീട് ഹെഡ് മിസ്ട്രസ് ഒക്കെ ആയിട്ട് വിളിക്കുകയും അങ്ങനെ ചെല്ലുകയും ചെയ്ത് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞപ്പോഴാണ് പേയ്മെൻറ്റ് തന്നപ്പോഴും അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ പേയ്മെൻറ്റ് തന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിക്കാതെ ഞാൻ ഈ കാര്യം അന്ന് പഠിപ്പിച്ച ടീച്ചർമാരുണ്ടായിരുന്നു ആ സമയത്ത്. കുറച്ച് 1-2 ബാക്കിയൊക്കെ മാറിപ്പോയില്ല. 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊണ്ട് മനസ്സിലായില്ല. അവർക്ക് പിന്നെ മനസ്സിലായി. ഈ ഡെസ്കും ബെഞ്ചും കൊട്ടുന്ന കഥ ആർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. പെട്ടെന്ന് അത് വലിയൊരു അനുഭവം അല്ലേ? ഈ പഠിച്ച സ്ഥാപനങ്ങളിൽ നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം ചെല്ലുക, ഗസ്റ്റ് ആയിട്ടൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാലേ. ഞാൻ 1ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ക്ലാസ്സിൽ ഇരുത്തില്ല ഉച്ചയ്ക്ക്. എന്നെ സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അവരെ മഠത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാ ഞാൻ ഇവരെ കൂടെ ഭക്ഷണം കഴിക്കല്. ഞാൻ ഭയങ്കര കുറുമ്പനായിരുന്നു. കുറുമ്പനായോണ്ട് ക്ലാസ്സിൽ നിർത്തില്ല. വിളിച്ചോണ്ട് ഞാൻ അപ്പുറത്തെ പാത്രത്തിൽ കഴിഞ്ഞിട്ട് വരും കടിണ്ടാവും. അങ്ങനെ അതൊക്കെ അങ്ങനെ നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ കുറുമ്പ് കാണിക്കുന്ന പിള്ളേരെ ഒട്ടും മറക്കൂല. അതുകൊണ്ട് മറക്കാത്തത്. നമുക്കിപ്പോഴും അവരുടെ സ്നേഹമില്ലേ കാണുമ്പോ അല്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാനും മറ്റുള്ള നമ്മുടെ അനുഭവങ്ങൾ പറയാനൊക്കെ പറ്റിയിട്ടുണ്ട്. മണിച്ചേട്ടനായിട്ട് എങ്ങനെയായിരുന്നു ഒരു സൗഹൃദം? മണിച്ചേട്ടൻ്റെ കൂടെ മണിച്ചേട്ടനെ ഞാൻ നന്നായി ചെറുപ്പത്തില് കണ്ടിട്ടൊക്കെ ഉണ്ട്. ജോഗിങ്ങിനൊക്കെ പോകുമ്പോ കാണാറൊക്കെ ഉണ്ട്. നന്നായി ചെറുപ്പത്തില്. അയൽപക്കമാണോ? അയൽപ്പക്കം എന്ന് പറയാൻ പറ്റില്ല, നാട്ടുകാരാണ്. എൻ്റെ അമ്മയുടെ വീട് ആദ്യം കൂടപ്പുഴയായിരുന്നു. പിന്നെ ഈ ഡയറക്ടർ സുന്ദർദാസ് സാറിൻ്റെ ചേട്ടൻ അനിയനോ അങ്ങനെ ആരോ ഒക്കെ ആയിട്ട് എൻ്റെ അമ്മയുടെ ബന്ധുക്കാരൊക്കെ ആയിട്ട് നല്ല കണക്ഷനായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞിട്ടുള്ള കേട്ടറിവൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതൊന്നല്ലാതെ കണ്ട് നമുക്ക് ഇപ്പൊ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു പൊതു സ്വത്വമാണല്ലോ. നമുക്കിങ്ങനെ അവര് പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമില്ല. ഈ പുള്ളിനെ നമ്മൾ കാണുന്നുണ്ട്. മണിച്ചേട്ടൻ തന്നെ സിനിമയിൽ കൂടെയും അല്ലാതെ കണ്ടൊക്കെ കാണുന്നുണ്ട് നമ്മള്. എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമാണ് അത്. അത് അന്ന് മുതലുണ്ട്. നമുക്ക് പെർഫോം ചെയ്യുന്ന കാലഘട്ടത്തിലും ഞാൻ നാടൻപാട്ട് പാടാൻ പോയിരുന്നപ്പോഴും എന്നെ ആദ്യ സമയത്തൊന്നും എനിക്ക് പാടാൻ സാഹചര്യങ്ങൾ കിട്ടിയിരുന്നില്ല. പിന്നീട് ഈ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടിച്ചു കുത്തി കയറി വരാതെ ആരും വരില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ തള്ളി കയറി വരേണ്ട വന്നു. അതിന് വേണ്ടി ഒരുപാട് കുറച്ച് ആളുകൾ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അപ്പം മണിച്ചേട്ടനെ ബേസ് ചെയ്തിട്ട്
മണിച്ചേട്ടന്റെ പാടിയൊക്കെ ഉണ്ടാവുന്നതിനേക്കാളും മുമ്പ്, പാടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ കുറെ മുമ്പ് എനിക്ക് ഉള്ള കോണ്ടാക്ട് ആശാൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് മണിച്ചേട്ടന്റെ. ആ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ മണിച്ചേട്ടനായിട്ടുള്ള സംസാരങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അന്ന് ഞാൻ ചാലക്കുടി എയർലൈൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിലെ വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് സമയം കിട്ടുമ്പോൾ അവിടെ ഈ വിജയൻ ചേട്ടൻ വരാറുണ്ട്, സിനിമയിലെ പല ആർട്ടിസ്റ്റുകളും അവിടെ വരാറുണ്ട്. അങ്ങനെ അതിലൂടെ പരിചയങ്ങളായി. പിന്നെ അതിനുശേഷം പ്രത്യേകിച്ച് മുഖേന കൈരളി TV-ലെ ഒരു പ്രോഗ്രാമിന് ഒന്നിച്ച് കാണാൻ സാധിച്ചു. ഒന്നിച്ച് പാട്ട് പ്രസിദ്ധ സ്റ്റേജിലേക്ക് അധികം നമ്മള് കാട്ടിനുള്ളിൽ ഓർക്കസ്ട്ര ഒക്കെ ചെയ്ത് ഞാനാണ്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓണത്തിന് കയറലി പരിപാടി പാട്ടുത്സവം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഓർമ്മയില്ല. അത് ഞാനെന്നറിയില്ല. അല്ല, എന്നെപ്പോഴുള്ള പരിചയമുള്ളൂ അതുണ്ട്. പക്ഷെ അന്നത്തെ എന്റെ കോല കാണിച്ചരാം, അപ്പൊ മനസ്സിലാവും. കലാഭവൻ മണിയോടൊപ്പം പാട്ടുവേദി പങ്കിടുവാൻ ഭാഗ്യം സിദ്ധിച്ച കലാകാരൻ. സൂപ്പർ ഹിറ്റുകളായ ഓഡിയോ വീഡിയോ ആൽബങ്ങളിലൂടെയും മലയാളത്തിന് സുപരിചിതൻ. രഞ്ജിത്ത്, നീ എന്നെ അനുകരിച്ചൊക്കെ പാടുന്ന അല്ലേ? ശരി, എന്തായാലും കുഴപ്പമില്ല. കലാഭവൻ മണിയെ പോലെ തന്നെ അനുകരിച്ച് പാടുന്ന ഒരു കലാകാരനാണ്. വീടും ചാലക്കുടി തന്നെയാണ്. എന്റെ പോലെ പാടുക, അവൻ എന്നെ പോലെ പാടുക എന്നൊക്കെ പറയുമ്പോ പേടിയാവാ. എന്തായാലും കുഴപ്പമില്ല. ഈ ആളാണ് ഇയാള്. ഞാനും പറയപ്പെട്ടായിരുന്നു കേട്ടോ എന്റെ പറയില്ല. അന്ന് കിഞ്ചറൊക്കെയായിട്ട് ഞാനും ഒരു ആർട്ടിസ്റ്റ് സൽക്കല വിജയൻ ഭയങ്കര ഒരു സർപ്രൈസ് ആയി. ഇതിപ്പോ ഞാൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് സർപ്രൈസ് ആയി. അല്ല, അത് ഞാൻ ആലോചിച്ചത് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ പുള്ളിനെ. അത് ഒരുപാട് വർഷമായി. അല്ല, എനിക്ക് ചേട്ടനെ അറിയാം. ഇപ്പൊ ഈ നമ്മളെ ഈ ഫീൽഡ് പരമായി ബന്ധപ്പെട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴുള്ള പരിചയം എനിക്കറിയാം. പക്ഷെ ഇത്രയ്ക്ക് ഹിസ്റ്ററി പുറകോട്ടുള്ളത് ഇപ്പൊ പറഞ്ഞ ഈ ഇൻസിഡന്റ് പറഞ്ഞപ്പോ അത് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം ആതിരപ്പള്ളിയിലെ ആദിവാസി കോളനിയില് എല്ലാവർക്കും ചെറിയൊരു വേദി വെച്ചിട്ട് ആ കൂട്ടത്തിൽ ഇവരുടെ ഈ ഭക്ഷണം വെക്കാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ എനിക്ക് വേണമെങ്കിൽ പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളില്. ഏറ്റവും കൂടുതലും അവിടെ അങ്ങനത്തെ ഒരു നല്ലൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് എനിക്ക് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയത് കോഡ്ലെസ് മൈക്ക് കയ്യിൽ വെച്ചുകൊണ്ട് മുംബൈ കൊച്ചാണ്ടി പാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്നിട്ട് അരിയിടുന്നുണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ മുംബൈ കൊച്ചാണ്ടി മറക്കാൻ പറ്റില്ല. രണ്ടുപേരും ഒന്ന് പാടുവോ? പാടാം. അപ്പൊ ഈ കോലമായിരുന്നു ഈ കോലമായിരുന്നു. അപ്പൊ അതിന്ന് കുറച്ച് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി തടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ പലരും എന്നോട് പറയാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ ഇതായത്. എന്തായാലും മണിച്ചേട്ടനായിട്ടുള്ള സൗഹൃദം അങ്ങനെ പല പരിപാടികളിലൂടെ പിന്നെയും തുടർന്നു. അത്യാവശ്യം വലിയ നല്ല ഷോകളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് പുള്ളി വിയോഗപ്പെട്ടു. നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചു കഴിഞ്ഞപ്പോഴും സലീംകുമാർ ആക്ടർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിച്ചിരുന്ന കലാഭവൻ മണിയേക്കാൾ ശക്തനാണ് മരിച്ചുപോയ കലാഭവൻ മണി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനലിൽ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ സത്യായ കാര്യമാണ്. അല്ല, പലരുടെയും വിയോഗം ഈ പോയതിനു ശേഷം വിയോഗം നഷ്ടം എന്നൊക്കെ ശരിക്കും നഷ്ടമല്ലേ? നഷ്ടമാണ്, വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ അത് നഷ്ടത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ജ്വലിച്ച് നിൽക്കപ്പെടും. അത് കത്തി നിൽക്കുകയായിരുന്നില്ല ശരിക്കും. ഇപ്പോഴും കത്തി നിൽക്കുക. അതൊരു വൈബാണ്. അത് എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വലിയൊരു മനുഷ്യന്റെ പാട്ട് പാടുക, വലിയൊരു മനുഷ്യന്റെ പെർഫോമൻസ് നമുക്ക് ഈ വേദികളിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുക, അതിന് വേണ്ട പ്രോത്സാഹനം കിട്ടുക വലിയൊരു അനുഗ്രഹമാണ്. അതൊക്കെ മുംബൈ കൊച്ചാണ്ടി നമ്മൾ പറഞ്ഞു. പ്രാണ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് മുംബൈ കൊച്ചാണ്ടി പാട്ട് എഴുതിയത്. അപ്പോൾ അത് അതിലെ വരികളും എനിക്ക് വേണ്ടിയും ഉണ്ണിച്ചേട്ടൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിലെ വരികൾ അത്രയും ഹാർട്ട് ബേസ് ചെയ്തിട്ടുള്ള വരികൾ. മുംബൈ കൊച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ വായല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. മുംബൈ കൊച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ വായല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വയറ് കത്താളി എൻ്റെ കൊടല് കത്തണുമാ. പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ.
അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കുഞ്ചിപ്പറകരുല്ലേ മുംബൈ കുച്ചാണ്ട് പാണങ്കത്തടുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. അല്ലേ പാട്ടിന് കൊടുക്കാൻ പറ്റിയ ഫീൽ അല്ലേ, പാട്ടിന്റെ അകത്തുള്ളൊരു ഫീൽ അല്ലേ. പാട്ടിന്റെ അകത്തൊരു ഫീലുണ്ട്, അതിന്റെ വരികളിലും ഉണ്ട് സംഗീതത്തിലും ഉണ്ട്. അത് ഈ ആലാപനത്തിലും ആ ഫീലൊന്ന് ഇരട്ടിപ്പിക്കുക. അത് ശരിക്കും പറയുകയാണെങ്കിൽ രഞ്ജു പാടുമ്പോൾ ഇതുപോലുള്ള പാട്ട് രഞ്ജുവിനും ഒരു അസാധ്യ ഫീലാണ്. തുറന്ന് പറയട്ടെ ഞാൻ, അതെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഞാനത് വ്യക്തിപരമായിട്ട് ഒന്നും കൂടി ഒന്ന് എടുത്തു പറയുകയാണ്. ആ ഫീല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയമാണെങ്കിലും അല്ലേ, അത് സ്റ്റേജിൽ ഏത് പെർഫോമൻസ് ആണെങ്കിലും ഈ ഫീൽ ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സക്സസ് ആണ്. ഞാൻ ഇങ്ങനത്തെ പാട്ടുകൾ എനിക്ക് പാടുമ്പോൾ ഞാൻ കണ്ണടയ്ക്കണത് എന്തിനാണെന്നറിയാം. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനു കണ്ണടയ്ക്കണതെന്ന്. കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണിന്റെ മുമ്പിൽ ഈ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പാട്ടിന്റെ ഇല്ല. അതപ്പോ നമ്മളറിയാതെ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പൊ തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റോപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റോപ്പെ വരിക്ക ചക്കുണ്ട്. ഞാൻ കുട്ടിപ്പാടാം. തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റോപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റോപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. കാര്യം ചക്ക നല്ലതാണോപ്പേ, നമ്മക്കിനി വല്ലതല്ലോപ്പേ. കാര്യം ചക്ക നല്ലതാണോപ്പേ, നമ്മക്കിനി വല്ലതല്ലോപ്പേ. മറ്റാർക്കും ഈ ഗതികേട് വരുത്തല്ല പൊന്നേ, അമ്മയുടെ പൊന്നും കൂടമേ നീയവിടെ. അച്ഛനല്ലതാ പറഞ്ഞതുന്നേ പൊന്നുണ്ടി കണ്ണു തുറക്ക്, ഏറെ നന്നിട്ട് കിട്ടിയ മുത്തല്ലടാ. എന്തു കീടപ്പാ ഇത് കണ്ടൂടാ. അപ്പൊ ചില പാട്ടുകൾ നമുക്ക് ഇക്കൊല്ലം നമുക്ക് അതൊക്കെ ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. കുട്ടേട്ടൻ നമ്മക്ക് കുടപ്പിറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്ത ഓണം വേണ്ട. തണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ, തണ്ടലോടിഞ്ഞ് മുതുകും പോയി. മെപ്പുര നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ, കുഞ്ഞാത്തൂനാച്ചിട്ടെന്താ കാര്യം. കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ, പ്രായം ചെറുപ്പല്ലേ, കുറ്റം പറഞ്ഞിട്ടിനെന്താ കാര്യം. പുത്തൻ പെണ്ണാദ്യം വിടുമുറ്റടിക്കോടെ, പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞേച്ചോട്. പുത്തൻ പെണ്ണൊന്നു പാഴുതായാൽ കുഞ്ഞേക്ക്, പാമ്പിന്റെ പോലെ പാടം വിരിക്കും. ആനക്കല്ലത്തൂര് കുട്ടൻ വീണപ്പോൾ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലേടി. പെണ്ണിന്റെ വീര്യം കാളഞ്ഞില്ലടി കുഞ്ഞേച്ചേ, മിണ്ടാത്ത പൂച്ചക്കാല മുടയ്ക്കും. അച്ഛനും പോയില്ലേ, അച്ഛനും പോയില്ലേ, അമ്മയും പോയില്ലേ, കുട്ടേട്ടനാരും തുണയില്ലല്ലോ. ചില പാട്ടുകളിൽ അത് അങ്ങനെ നമ്മളറിയാതെ വരികളെല്ലാം ബൈഹാട്ടാണല്ലേ.
എനിക്ക് എൻ്റെ അടുത്ത് സ്റ്റേജിൽ പാടാൻ വരുമ്പോൾ പല ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്ററൊക്കെ എന്നോട് പറയാറുള്ളത്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്റ്റാൻഡും മൈക്കും ഒക്കെ കൊണ്ടുവരും, ഇവന്റെ തൊണ്ടയും കൊണ്ടുവരും, വേറെ ഒന്നുമില്ല കയ്യില്. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ലിറിക് സ്റ്റാൻഡ് വെച്ചിട്ട് ബുക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാ പാട്ടുകാരുടെ നോട്ടം മുഴുവൻ അങ്ങോട്ടാ, ഓഡിയൻസിലേക്ക് നോക്കണില്ല. അപ്പൊ അത് കാണാനൊരു സുഖമില്ല. അത് നമ്മൾ പല പാട്ടുകാരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അല്ല, അത് ചിലവർക്ക് വരികളുടെ അതായിരിക്കാം. എനിക്ക് കുറച്ചും കൂടി പാട്ടെന്നിലേക്ക് അടുക്കുന്നത് മനസ്സിൽ നിന്ന് വരുമ്പോ അതെനിക്ക് ആ വരി ഉള്ളിലുണ്ടെങ്കിൽ പാടാം. നോക്കി പാടിയാൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും നന്നായിട്ട് ഇത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നോക്കി പാടുമ്പോ കുറച്ചും കൂടി ആ അകലം കൂടും. നോക്കി പാടുമ്പോ പ്രേക്ഷകരായിട്ടുള്ള അകലം കൂടും. അതെ അതെ, ഇത് അവരെ നോക്കാം, അവരെ നോക്കാം. അതെ, ഇത് നോക്കുമ്പോ അവരെ നോക്കാം. നമ്മള് ഫ്രീയാ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ പാട്ട് മാത്രല്ല, മറ്റേ ഈ അടുത്ത കാലത്ത് എൻ്റെ അമ്മമാരെ സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ ഷിൻസൺ പൂത്തിങ്കൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്, മരിച്ചുപോയി. അദ്ദേഹം ഈ അടുത്ത ആക്സിഡന്റിൽ മരിച്ചത്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, മനോഹരമായ ഒരു കവിത ഞാൻ പാടിയിട്ടുണ്ട്. പാൽനിലാവിൻ പുഞ്ചിരിപ്പോൾ സ്നേഹമാണമ്മ, പാരിജാത പൂവിടർന്ന സുഗന്ധമാണമ്മ, പാതിരാവിൽ തേടിയെത്തും താരകം അമ്മ, പാൽക്കിനിഞ്ഞും ജീവനേകിയ പാലാഴി അമ്മ. അമ്മ എന്ന വാക്കിനാലെ കുഞ്ഞിനും നന്മ, അമ്മയോളം കരുതലായി ആരുണ്ടോരുമ്മ. ഇതിന്റെ കവിതയുടെ ട്യൂൺ ഞാനും ഷിൻസനും കൂടി ചേർന്ന് എല്ലാ അമ്മമാർക്കും അല്ലേ ഡെഡിക്കേറ്റ് ചെയ്യാം. അത് ലാസ്റ്റിലൊരു വരിയും കൂടി പറഞ്ഞിട്ട് ഷിൻസൻ അത് കെട്ടിപ്പിടിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി. ആക്സിഡന്റ് അല്ലേ? അത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കേസ്. അമ്മയില്ല നാളു നീളേ അന്തമാണമ്മ, ഓർമ്മകൾക്കും ഓമനിപ്പാൻ ഒരായിരം ഉമ്മ. അങ്ങനെ പാട്ട് അവസാനിക്കുന്നത്. അപ്പൊ ഏത് വേദികളിലായാലും എവിടെ ചെന്നാലും ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന എന്റർടൈൻമെന്റുകളിൽ ഏറ്റവും ഒരു വിഭാഗമാണ് നാടൻ പാട്ടിന്റെ ഒരു വിഭാഗം. അതിന് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് ഒരു വഴിയൊരുക്കിയ പ്രിയപ്പെട്ട മണിച്ചേട്ടന് ഒത്തിരി കണ്ണീർ പ്രണാമം ഓർമ്മകളോടെ സ്മരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒത്തിരി 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 പാട്ടുകൾ ഇന്നിപ്പോൾ ലോകത്ത് ഇപ്പോൾ ആളുകൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിലും നാടൻ പാട്ടുകൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിനും ആ പ്രോത്സാഹനത്തിനും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സ്വീകരിക്കുന്നതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്കൊരു അടിപൊളി നാടൻ പാട്ടോട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മീഡിയ ഭാരതിന് വേണ്ടിയിട്ട് രഞ്ജു ഒരുപാട് തിരക്കുള്ള സമയമാണ്, നമുക്കറിയാം. പ്രോഗ്രാം സീസണാണ്. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞല്ലേ വെളുപ്പിനെ എത്തിയത്. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഇവിടം വരെ വന്നു, നല്ല രീതിയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളാണ് ഒരു കലാകാരനെ ഇങ്ങനെ മുന്നോട്ട് അല്ലേ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരുപാട് വേദികൾ ഇനി കിട്ടട്ടെ, ഒരുപാട് ആദരവുകൾ കിട്ടട്ടെ, സ്നേഹങ്ങൾ കിട്ടട്ടെ, അംഗീകാരം കിട്ടട്ടെ, ലോകം മുഴുവൻ ഓടി നടന്ന് പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിപാടി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോളെ, തെങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോളെ, തെങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോളെ, തെങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോളെ. എന്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ, എന്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ. 7 പേരുണ്ട് അങ്ങളമാർക്ക് ഞാനൊരു പെങ്ങളടി, എന്തു ചെയ്തു ഏതു ചെയ്തു നീ മാമ്പഴ കുഞ്ഞോതേ. എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ട കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, മാനത്തെ വെള്ളി നിലാവിന്റെ വട്ടം മുഴുവനുമുള്ള മുഖമാണ്, മറിയത്തിരിക്കണമാനാണ് നല്ല തങ്കം കണഞ്ഞുള്ള മെയ്യാണ്.
എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. വരിക്കച്ചക്കട ചോളകണക്കിനു തുടുത്തുടുത്തൊരു കല്യാണി, തുടുത്തുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാട്ടം, കണ്ടടി ഞാനൊരു മിന്നാട്ടം. കാട്ടുള്ളി മുന തുളതുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ മേലെ കണ്ടടി കല്യാണി. തങ്കമണക്കില്ല തുളക്കി പല്ലില്ല തെക്കല മൂസക്ക് രണ്ടു പല്ല്, ഉരുക്കിത്തിട്ടില്ല മുളക്കില്ല ഉലകില മയങ്ങൾക്ക് ഇഷ്ടമില്ല.